സമ്പന്നനാകാൻ. ഇപ്പോൾ ദൈവദർശന സമ്പന്നനായ വ്യക്തിയാണെങ്കിൽ നമുക്ക് എല്ലാം ഈസിയായി മാറും, എല്ലാം ഈസിയായി മാറും. കാര്യം നമ്മൾ ഇപ്പം തന്നെ ലക്ഷ്മി കണ്ടില്ലേ, ലക്ഷ്മി എന്താ പറഞ്ഞ, അമ്മേ എനിക്കെന്ത് സമയമുണ്ടെന്ന് എനിക്ക് കണ്ട് മനസ്സിലാണില്ല എന്ന് പറഞ്ഞപ്പോൾ തന്നെ ആ ലേഡി കയറി വന്ന കണ്ടില്ലേ, അമ്മയുടെ ഡ്രസ്സിൽ കയറി വന്നിരിക്കുക. എന്നിട്ട് അവരോട് ചോദിച്ചാ എന്ത് സമയമുണ്ടെന്ന്? ചോദിച്ചില്ല. അവരവിടെ കമ്പ്യൂട്ടറായിട്ട് ടച്ച് ചെയ്ത് വെച്ചും കാണിച്ചു കൊടുത്തു. ഇനി നിനക്ക് 20 മിനിറ്റ്, നിനക്ക് എഴുതാനുള്ള ആൻസർ ചെയ്യാനുള്ള 100 ക്വസ്റ്റ്യൻസ്. അപ്പം തന്നെ അവളുടെ മെറിറ്റ് മുഴുവനും പോയി. എന്താ, 20 മിനിറ്റ് കൊണ്ട് 10 ചോദ്യങ്ങളെ ആൻസർ ചെയ്യാൻ പറ്റത്തുള്ളൂ. കാര്യം 10 ചോദ്യങ്ങൾ പോലും അവൾക്ക് മനസ്സിലാവണമില്ല. ദാറ്റ് മീൻസ് ദൈവം ഈ മെറിറ്റ് ബ്രേക്ക് ചെയ്യണത് ഭയങ്കര രസമാണ്. അവൾക്കറിയാമായിരുന്നു ഇത് മെറിറ്റിൽ വർക്ക് ചെയ്യത്തില്ല. അതുകൊണ്ടാണ് ഇവിടുന്ന് അവിടെ വരെ ഉപ്പിട്ടിരിക്കുന്നത്. നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന് പറഞ്ഞ് വിശ്വാസ പ്രമാണം ചൊല്ലി ഉപ്പിട്ടിരിക്കുകയാണ്. അപ്പോൾ വിശ്വാസ പ്രയോഗമാണത്. വിശ്വാസം എക്സ്പ്രഷൻസ് പ്രാർത്ഥനയുണ്ട്. വിശ്വാസം നമുക്ക് പ്രഖ്യാപിക്കാം. കർത്താവിന് വേണ്ടി ഓരോ ജോലികളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ വിശ്വാസം പ്രഖ്യാപിക്കുകയാണ്. ഈ പത്രം കൊടുക്കുന്നതിലൂടെയൊക്കെ വരുന്ന വിശ്വാസ പ്രഖ്യാപനമാണ്. പിന്നെ എന്താണ് വിശ്വാസ പ്രയോഗം? അപ്പോൾ എന്താ പറയണത്, ഞാൻ പരീക്ഷയ്ക്ക് ഇരിക്കുമ്പോൾ തന്നെ ഉടമ്പടി തൈലം അകത്ത് കയറ്റത്തില്ല, പുറത്ത് നിന്നുകൊണ്ട് ഞാൻ ഉടമ്പടി തൈലം എടുത്ത് വിശ്വാസപ്രമാണം ചൊല്ലി എൻ്റെ നെഞ്ചിൽ അത്രയും കുരിശിട്ട്. എന്താണ്, നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. അതാണ് വിഷയം. ഈ കാണിക്കുന്ന വിഷയങ്ങളെല്ലാം നിങ്ങൾ ഓർക്കണം. നിങ്ങളെ പാരമ്പര്യ ക്രിസ്ത്യൻസ് ഇവിടെ വന്നിട്ട് ഇത് ഇന്നലെ വിശ്വാസത്തിൽ സ്വീകരിച്ച വിശ്വാസത്തിലേക്ക് വന്ന ആൾക്കാരാണ് ദൈവമായിട്ട് ഇത്രയും ഇൻറ്റിമസി ആകണത്. അത് ഭയങ്കര ത്രെട്ടാണ് നമുക്ക്. ശരിക്കും പറഞ്ഞാൽ പരമവിശ്വാസികൾക്ക് ഇവൻ ഇത്രയും തലകുത്തി മറിഞ്ഞിട്ട് ഇന്ന് വരെയുള്ള ഈ നോമിനലായിട്ടുള്ള എന്താണ് ബാർട്ടർ സിസ്റ്റം അനുസരിച്ച് ബാർട്ടർ ഫെയ്ത്താണ് ഉള്ളത്. ഇപ്പോൾ നമ്മുടെ പല പാരമ്പര്യ വിശ്വാസികളുടെയും ഫെയ്ത്ത് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ബാർട്ടർ സിസ്റ്റമാണ്. ബാർട്ടർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്, പണ്ടത്തെ കാലത്ത് നാണയമില്ല, അതിന് പകരം ഇപ്പം മുടി വെട്ടി തന്നാൽ നമ്മൾ അരി കൊടുക്കും. അതാണ് പണ്ടത്തെ പരിപാടി.